ഇപ്പോഴിതാ അനശ്വരയുടെ കുട്ടിക്കാലത്ത് നോവുന്നൊരു ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് അമ്മ ഉഷാ രാജൻ. മനോരമയിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിലാണ് അമ്മ പഴയകാലം ഓർത്തെടുക്കുന്നത്. പണ്ട് തീരെ കുഞ്ഞായിരിക്കെ തൻ്റെ മക്കളെ ഒരു സ്ത്രീ പരിഹസിച്ചതിനെക്കുറിച്ചും കാലം എങ്ങനെയാണ് തങ്ങൾക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയതിനെക്കുറിച്ചും ആ അമ്മ പറയുന്നു. ആ വാക്കുകൾ വായിക്കാം. അനു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. കരിവള്ളൂരിലെ ഒരു വീട്ടിൽ അനു കളിക്കാൻ പോകും. അവിടെയും 2 പെൺകുട്ടികളാണുള്ളത്. ആ വീട്ടുകാർക്ക് അത് എത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അനു കരഞ്ഞുകൊണ്ട് കയറി വരുന്നു. ഞാൻ കാരണം തിരക്കി. ഉഷ പറയുന്നു. ആ കുട്ടിയുടെ അമ്മ അവളോട് നിനക്ക് റോഡ് സൈഡിലുള്ള വീടാണോ അതോ ഉള്ളിലേക്ക് കയറി വീടാണോ ഇഷ്ടം എന്ന് ചോദിച്ചുവെന്നാണ് അനു പറഞ്ഞത്. ഉള്ളിലേക്കുള്ള വീടാണ് ഇഷ്ടം എന്ന് അനു മറുപടി നൽകി. ഉടനെ ആ സ്ത്രീ ഒരു പരിഹാസ ചിരിയോടെ അവളോട് കിട്ടാത്ത മുന്തിരി പുള്ളിക്കും അല്ലേ എന്ന് ചോദിച്ചുവെന്നാണ് അമ്മ പറയുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. മോൾ അത് കാര്യമാക്കേണ്ട, അത് അവരുടെ സംസ്കാരം. നമ്മൾ ഹാപ്പിയായില്ലേ ജീവിക്കുന്നത്, നമുക്കിഷ്ടം ഇതാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അതാണ് വേണ്ടത്, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും എന്ന് മകളോട് പറഞ്ഞുവെന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ ദൈവം ആ കണ്ണീര് കണ്ടെന്നാണ് അമ്മ പറയുന്നത്. അധികം വൈകാതെ അച്ഛന് KCBയിൽ ജോലി കിട്ടി. പിന്നാലെ അവർ ഹൈവേയിൽ നല്ലൊരു വീടെടുത്തു. പിന്നീട് അനു ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി എറണാകുളം മെട്രോ സിറ്റിയിൽ സ്വന്തമായൊരു വീട് വാങ്ങി. എന്നാൽ ഇന്ന് തങ്ങളെ മുറിവേൽപ്പിച്ച ആ വാക്കുകൾ ഇന്നും മനസ്സിൽ നൊമ്പര പൊട്ടാണെന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് നാട്ടിൽ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ അനുവും സഹോദരി അച്ചുവും പറഞ്ഞത് അത് വേണ്ടമ്മേ, കുറച്ച് ഉള്ളിലേക്ക് മാറിയാലും വയലിൻ്റെ അടുത്ത വഴിയുള്ള ഒരു വീട് നോക്കിയാൽ മതി എന്നായിരുന്നുവെന്നും അമ്മ ഓർക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറിയിട്ടും കുട്ടികളുടെ മനസ്സ് പഴയതുപോലെ തന്നെയാണെന്ന് മനസ്സിലായി. അവരുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ ഞാനും തീരുമാനിച്ചു എന്നും അമ്മ പറയുന്നു. ഇപ്പോൾ മലയാള സിനിമയിലെ മിന്നും താരമാണ് അനശ്വര രാജൻ. ബാലതാരമായി കടന്നു വന്ന അധികം വൈകാതെ മലയാളത്തിൽ തിരക്കുള്ള നായികയായി മാറാൻ അനശ്വരയ്ക്ക് സാധിച്ചു. വലിയ വിജയങ്ങളും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളുമെല്ലാം അനശ്വരയെ തേടിയെത്തി. നേര്, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രണയവിലാസം, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങി ആദ്യ സിനിമ ഉദാഹരണം സുജാത വരെ അഭിനയിച്ച സിനിമകളിൽ അധികവും മികച്ച വിജയങ്ങളാവുകയും അനശ്വരയുടെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയാണ് അനശ്വര. സിനിമയിൽ ബന്ധങ്ങളോ വേരുകളോ ഇല്ലാതെ കടന്നു വന്നൊരു നാട്ടിൻ പുറത്തുകാരി ഇന്ന് എത്തി നിൽക്കുന്ന ഉയരം സമാനതകളില്ലാത്തതാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലുമെല്ലാം അനശ്വരയ്ക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. നിരവധി സിനിമകളാണ് അനശ്വരയുടേതായി അണിയറയിലുള്ളത്.